ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് നോക്കുന്നത് GCMAT 401, അതായത് KTU S4 മാത്തമാറ്റിക്സിൻ്റെ മാത്തമാറ്റിക്സ് ഫോർ ഫിസിക്കൽ സയൻസുകാരുടെ മാത്തമാറ്റിക്സിൻ്റെ 4th മോഡ്യൂളാണ്. സോ ഇപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ 3 മോഡ്യൂൾ സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോബബിലിറ്റി, ദെൻ ഈ ഒരു മോഡ്യൂൾ വരുന്നത് ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ്. സോ ഇപ്പോൾ നമുക്ക് ഇൻട്രോഡക്ടറി മെത്തേഡ്സ് ഓഫ് ന്യൂമറിക്കൽ അനാലിസിസ് SS ശാസ്ത്രി ഈ ഒരു ടെക്സ്റ്റ് ആണുള്ളത്. ഇതിലത്തെ 5th എഡിഷനാണ് വരുന്നത്. സോ ഇപ്പോൾ ഇതിൽ ഏതൊക്കെ സെക്ഷൻസ് നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് 2.5 വരുന്നുണ്ട്. അത് ചാപ്റ്ററിൻ്റെ പേര് സൊല്യൂഷൻ ഓഫ് ആൽജിബ്രൈക് ആൻഡ് ട്രാൻസെൻഡൻ്റൽ ഇക്വേഷൻ. അപ്പോൾ അതിനകത്തൊറ്റ ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് പഠിക്കാനുള്ളത്. പിന്നെ വരുന്നത് സെക്ഷൻ 4.2 ആണ്. അത് കർവ് ഫിറ്റിംഗ് ആണ്. ലീസ്റ്റ് സ്ക്വയർ ആൻഡ് ഫോറിയർ ട്രാൻസ്ഫോം ആണ് ചാപ്റ്ററിൻ്റെ വരുന്നത്. ലീസ്റ്റ് സ്ക്വയർ കർവ് ഫിറ്റിംഗ് പ്രൊസീജിയറാണ് വരുന്നത്. അതിൽ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് പാരാബോളാണ് വരുന്നത്. പിന്നെ വരുന്നത് 7.5 ആണ് സെക്ഷൻ. ആ ഒരു ചാപ്റ്റർ ന്യൂമറിക്കൽ ലീനിയർ ആൾജിബ്ര. അതിനകത്ത് വരുന്നത് 7.5 സൊല്യൂഷൻ ഓഫ് ലീനിയർ സിസ്റ്റമാണ്. അതിൽ ഗോസ് എലിമിനേഷനും പിന്നെ വരുന്നത് ഗോസ് ജോർദാൻ മെത്തേഡുമാണ്. പിന്നെ അടുത്തത് 8.4 ആൻഡ് 8.5 ന്യൂമറിക്കൽ സൊല്യൂഷൻ ഓഫ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഓർഡേഴ്സും അതേപോലെ തന്നെ മോഡിഫൈഡ് യൂളറുമാണുള്ളത്. പിന്നെ റൺകുട്ട മെത്തേഡ്, അപ്പോൾ അതിൽ സെക്കൻഡ് ഓർഡർ മെത്തേഡാണ് വരുന്നത് റൺകുട്ടയിൽ. പിന്നെ വരുന്നത് 9.4 ആണ്. സോ ചാപ്റ്റർ വരുന്നത് ന്യൂമറിക്കൽ സൊല്യൂഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. അപ്പോൾ അതിൽ സൊല്യൂഷൻ ഓഫ് ലാപ്ലേസ് ഇക്വേഷൻ ആണ് വരുന്നത്. അതിൽ തന്നെ ജേക്കോബി മെത്തേഡാണ് പറഞ്ഞിട്ടുള്ളത് സിലബസിനകത്ത്. സോ ഇപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിനകത്തുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂളിനകത്ത് വരുന്ന കണ്ടൻറ്റ്. അപ്പോൾ ഈ ഒരു കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എല്ലാ ടോപ്പിക്കും ജസ്റ്റ് എന്ത് ചെയ്യുന്നു എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാപ്ലേസ്, അതായത് ന്യൂമറിക്കൽ സൊല്യൂഷൻ ടു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതിലെ ലാപ്ലേസ് ആണ് നമ്മൾ ചെയ്യാത്തത്. സോ ഇപ്പോൾ നമുക്ക് അത് നോക്കാം. അപ്പോൾ നമുക്ക് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആകുമ്പോൾ അങ്ങനെ ആയിരിക്കും, ഒരു ഇക്വേഷനകത്ത് ഡെറിവേറ്റീവ്സ് ഉണ്ടെങ്കിൽ നമുക്കതിനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കാം. പിന്നെ അതേപോലെ തന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് ഒരു ഇക്വേഷനിലുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, അതിനെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കാം. ഇപ്പോൾ ജനറലി നമുക്ക് എന്താണ് Z=f(x, y) എന്ന് പറയാം. സോ ഇപ്പോൾ Z എന്താണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്, എക്സും വൈയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. സോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് Z ഈസ് ഡിപ്പെൻഡിങ് ഓൺ മോർ ദാൻ 1 വേരിയബിൾ, അത്രേ ഉള്ളൂ. സോ ഇപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ്സ്, അതായത് ഏതെങ്കിലും ഒരു വേരിയബിളിനെ കോൺസ്റ്റൻ്റായി നിർത്തി വിത്ത് റെസ്പെക്ട് ടു മറ്റൊരു വേരിയബിളിൻ്റെ ഡെറിവേറ്റീവ് ആണ്. ഇതാണ് എന്ത് പാർഷ്യൽ ഡെറിവേറ്റീവ്. സോ ഇപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് കൂടി ഉള്ള ഇക്വേഷൻസ് ആണ് എന്ത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. നമുക്ക് ഡിഫറൻറ്റ് സബ്ജക്റ്റിനകത്ത് ഈ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഒക്കെ പറയുന്നുണ്ടാവും. സോ അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ, ന്യൂമറിക്കൽ സൊല്യൂഷൻ എങ്ങനെ കാണുന്നതാണ് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ നോക്കുന്നത്. സോ ഇപ്പം ഒരു ജനറൽ ഫോം കൊടുത്തിട്ടുണ്ട്. സോ A × ഡോ സ്ക്വയർ U / ഡോ x സ്ക്വയർ പ്ലസ് C × ഡോ സ്ക്വയർ U / ഡോ y സ്ക്വയർ പ്ലസ് B × ഡോ സ്ക്വയർ U / ഡോ x ഡോ y പ്ലസ് D × ഡോ U / ഡോ x പ്ലസ് E × ഡോ U / ഡോ y പ്ലസ് F × U പ്ലസ് U = G. സോ അപ്പോൾ ഇങ്ങനെയാണ് ഒരു ജനറൽ ഫോം കൊടുത്തിട്ടുള്ളത്. സോ ഇപ്പോൾ ഇതിൽ 3 ടൈപ്പ് അല്ലെങ്കിൽ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ 3 ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എലിപ്റ്റിക്, അതുപോലെ തന്നെ ഹൈപ്പർബോളിക്, ദെൻ പാരാബോളിക്. സോ ഇപ്പോൾ അതിന് വരുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഡെൽറ്റ. സോ ഇപ്പോൾ തന്നിട്ടുള്ളതിൽ ഇപ്പോൾ എന്താണ് ABCDFE G അതെല്ലാം എന്താണ് എക്സ് ആൻഡ് വൈയുടെ ഫങ്ഷൻസ് ആണ്. സോ ഇപ്പോൾ അതിൽ തന്നെ ഈ ഒരു B² - 4AC എന്നുള്ളത് <0 ആണെന്നുണ്ടെങ്കിൽ അത് എലിപ്റ്റിക് ടൈപ്പാണ്. സോ ഇപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ വരുന്നത് ലാപ്ലേസ് ഇക്വേഷൻ ആണ്. UXX പ്ലസ് UYY = 0, അല്ലെങ്കിൽ നമുക്ക് del സ്ക്വയർ U = 0 എന്ന് പറയും, അല്ലെങ്കിൽ ഡോ സ്ക്വയർ U / ഡോ x സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ U / ഡോ y സ്ക്വയർ = 0. ഈ ഒരു ടൈപ്പ് ഇക്വേഷൻ ആണെന്ത് എലിപ്റ്റിക്കിന് എക്സാമ്പിൾ. ദെൻ ഹൈപ്പർബോളിക് വരുന്നത് UXX മൈനസ് UYY = 0. സോ ഇപ്പോൾ വേവ് ഇക്വേഷൻ ആണ് വരുന്നത്. ദെൻ അപ്പോൾ അത് ഹൈപ്പർബോളിക് ടൈപ്പാണ്. പിന്നെ വരുന്നത് പാരാബോളിക്. അപ്പോൾ UT = UXX ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ ആണ്. സോ ഇപ്പോൾ നമുക്ക് ഡോ U / ഡോ T = ഡോ സ്ക്വയർ T / ഡോ x സ്ക്വയർ ആണ് വരിക ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ. സോ ഇപ്പോൾ അതിൻ്റെ ഡെൽറ്റ ഈ ഒരു മേലെ പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ B² - 4AC = 0 ആണെങ്കിലാണ് ഹൈപ്പർബോളിക് വരിക. > 0 ആണെന്നുണ്ടെങ്കിൽ പാരാബോളിക്, <0 ആണെന്നുണ്ടെങ്കിൽ എലിപ്റ്റിക് പ്രോബ്ലമാണ് വരിക. സോ ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളത് ലാപ്ലേസ് ആണ്. സോ ന്യൂമറിക്കൽ സൊല്യൂഷൻ ഓഫ് ലാപ്ലേസ് ഇക്വേഷൻ ആണ് നോക്കേണ്ടത്. സോ നമുക്ക് തന്നിട്ടുള്ള ഒരു ഫോം എന്ന് പറയുന്നത് ഡോ സ്ക്വയർ U / ഡോ x സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ U / ഡോ y സ്ക്വയർ = 0. ഇതാണ് എന്ത് ലാപ്ലേസ് ഇക്വേഷൻ്റെ ഫോം എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് എന്താണ് തെറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഇക്വേഷൻസ് എന്താണ് എലിപ്റ്റിക് ഇക്വേഷൻ ആണ് വരുന്നത്. അപ്പോൾ നമുക്കിതിനെ ഇതിൻ്റെ സൊല്യൂഷൻ ഫൈനൈറ്റ് ഡിഫറൻസ് അപ്രോച്ച് വെച്ചിട്ട്
അല്ലെങ്കിൽ ഫൈനൈറ്റ് ഡിഫറൻസ് അപ്രോക്സിമേഷൻ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ യൂളർ മെത്തേഡിനകത്ത് കണ്ടതാണ്. നമുക്ക് ന്യൂമറിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ പാർഷ്യൽ അവിടെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരുന്നു, അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ കാണാൻ പറ്റും. ഇവിടെ എന്താണ് അതുപോലെ തന്നെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണാൻ പറ്റും. നമ്മൾ സാധാരണ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണുന്നത് എങ്ങനെ, പ്രോഡക്റ്റ് മെത്തേഡ് അതുപോലെ തന്നെ ലഗ്രാഞ്ചിനൊക്കെ യൂസ് ചെയ്തിട്ടാണ് കാണാറ്. നമുക്ക് ഇവിടെ എന്താണ് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കാണാൻ വേണ്ടി നമുക്ക് ന്യൂമറിക്കൽ മെത്തേഡ്സ് ഉപയോഗിക്കാം. അപ്പോൾ അതിന് നമുക്ക് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഈ ന്യൂമറിക്കൽ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് ഫൈനൈറ്റ് ഡിഫറൻസ് മെത്തേഡ്, സ്പ്ലൈൻ മെത്തേഡ്, ഫൈനൈറ്റ് എലമെൻറ്റ് മെത്തേഡ്, ഇൻറ്റഗ്രൽ മെത്തേഡ്, ഇൻറ്റഗ്രൽ ഇക്വേഷൻ മെത്തേഡ്, ഇത്രയും മെത്തേഡ്സ് ഉണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഫൈനൈറ്റ് ഡിഫറൻസ് മെത്തേഡാണ്. സോ നമുക്ക് ഫൈനൈറ്റ് ഡിഫറൻസ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ജസ്റ്റ് ഈ ഒരു ഫൈനൈറ്റ് ഡിഫറൻസ് വരുന്നത് നമ്മൾ എന്ത് ചെയ്യുക, എക്സ് വൈ പ്ലൈനിനെ ജസ്റ്റ് എന്ത് ചെയ്യാം, നെറ്റ്വർക്ക് ഡയഗ്രാമായിട്ട് അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ഒരു സ്ക്വയർ കൺസിഡർ ചെയ്യുക. അതിനെന്ത് ചെയ്യാം, നമ്പർ ഓഫ് ലൈൻസ് വെച്ച് നമ്മളതിനെ ഡിവൈഡ് ചെയ്യുക. ദെൻ അപ്പോൾ അതിൽ ഓരോ ലൈനിൻ്റെയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതായത് എക്സിൻ്റെ ഡിസ്റ്റൻസ്, അതായത് ഓരോ നമ്മൾ സ്ക്വയറിന് കൺസിഡർ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്തു അതിന് എന്ത് ചെയ്തു, നമ്പർ ഓഫ് ലൈൻസ് വെച്ച് കട്ട് ചെയ്തു, ഹൊറിസോണ്ടലി അതുപോലെ തന്നെ വെർട്ടിക്കലി. സോ ഇപ്പോൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് വരുന്നത് എച്ച് ആണ്, അതുപോലെ തന്നെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് വരുന്നത് കെ ആണ്. സോ ഇതൻ അതേപോലെ തന്നെ ഈ ഒരു എക്സിനെ നമ്മൾ ഐ എച്ചും അതേപോലെ തന്നെ വൈക്ക് നമ്മൾ എന്ത് ചെയ്യുക, ജെ കെ ആണ് കൊടുക്കുന്നത്. സോ ഇപ്പോൾ ഈ ലൈൻസിൻ്റെ ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സ് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻസും വെർട്ടിക്കൽ ലൈൻസും മറിച്ചെന്ന് പറഞ്ഞല്ലോ. സോ ഇപ്പോൾ ആ ഒരു ലൈൻസിൻ്റെ ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സിന് വിളിക്കുന്ന പേര് മെഷ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ ലാറ്റിസ് പോയിൻറ്റ് അല്ലെങ്കിൽ ഗ്രിഡ് പോയിൻറ്റ്സ് എന്നാണ്. സോ അപ്പോൾ അതിനകത്ത് യു എക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും, യു ഐ പ്ലസ് 1 കോമ ജെ മൈനസ് യു ഐ ജെ ബൈ എച്ച്. ദെൻ യു ഐ ജെ മൈനസ് യു ഐ മൈനസ് 1 കോമ ജെ ബൈ എച്ച്. ദെൻ യു ഐ പ്ലസ് 1 കോമ ജെ മൈനസ് യു ഐ മൈനസ് ജെ ബൈ 2h എന്ന് വരും. ദെൻ യു എക്സ് എക്സ് അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് വരുമ്പോൾ യു ഐ ജെ അതായത് യു ഐ മൈനസ് 1 കോമ ജെ മൈനസ് യു 2 ഇൻറ്റു യു ഐ ജെ പ്ലസ് യു ഐ പ്ലസ് 1 കോമ ജെ ബൈ എക്സ് എന്ന് വരും. സോ ഇപ്പോൾ ഈ ഒരു യു ഐ മൈനസ് 1 കോമ ജെ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ എക്സിനെ മൈന് ഐയും ജെയും വെച്ച് എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്തു. സോ ഇപ്പോൾ യു ഐ ജെ എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, ഒരു പോയിൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യാം. ദെൻ ആ ഒരു പോയിൻറ്റിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന, അതായത് സെയിം ഹൊറിസോണ്ടൽ ലൈനിൽ ലെഫ്റ്റിലേക്ക് വരുന്ന ഒരു പോയിൻറ്റാണ് യു ഐ മൈനസ് 1 കോമ ജെ. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് വരുന്ന ഒരു പോയിൻറ്റാണ് ഗ്രിഡ് പോയിൻറ്റ് അല്ലെങ്കിൽ മെഷ് പോയിൻറ്റാണ് യു ഐ പ്ലസ് 1 കോമ ജെ എന്ന് പറയുന്നത്. ദെൻ അതേപോലെ തന്നെ വൈഡ് നോക്കുക. അപ്പോൾ യു ഐ എന്ന് പറയുമ്പോൾ ഐ പ്ലസ് 1 കോമ ജെ, സോറി ഐ പ്ലസ് 1 കോമ അല്ല, യു ഐ കോമ ജെ പ്ലസ് 1 മൈനസ് യു ഐ ജെ ബൈ കെ. ദെൻ യു ഐ ജെ മൈനസ് യു ഐ കോമ ജെ മൈനസ് 1 ബൈ കെ. ദെൻ യു ഐ കോമ ജെ പ്ലസ് 1 മൈനസ് യു ഐ കോമ ജെ മൈനസ് 1 ബൈ 2h. ദെൻ യു ഐ വൈ വരുന്നത് യു ഐ കോമ ജെ മൈനസ് 1 മൈനസ് 2 ഇൻറ്റു യു ഐ ജെ പ്ലസ് യു ഐ കോമ ജെ പ്ലസ് 1 വരും. സോ ഇവിടെ ഈ ഒരു യു ഐ കോമ ജെ മൈനസ് 1 എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് വെർട്ടിക്കലി താഴെ വരുന്ന പോയിന്റ്, അതേപോലെ തന്നെ യു ഐ കോമ ജെ പ്ലസ് 1 എന്ന് പറയുന്നത് വെർട്ടിക്കലി ഒരു പോയിന്റിന് തൊട്ട് മേലെ വരുന്ന പോയിന്റുമാണ്. സോ ഇപ്പോൾ നമ്മുടെ യു എക്സ് എക്സ് അതുപോലെ തന്നെ യു ഐ വൈക്കുള്ള ഫൈനൈറ്റ് ഡിഫറൻസ് അനലോഗാണ് എന്ത് ഈ കാണുന്നത്. സോ നമ്മുടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫൈനൈറ്റ് ഡിഫറൻസ് അനലോഗ് വെച്ച് എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക. സോ ഇപ്പോൾ ഇതാണ് എന്ത്, യു എക്സ് എക്സിന് യു ഐ വൈക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫൈനൈറ്റ് ഡിഫറൻസ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമ്മുടെ ലാപ്ലേസ് ഇക്വേഷൻ്റെ ഫോം യു എക്സ് എക്സ് പ്ലസ് യു ഐ വൈ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അതിൻ്റെ ഫൈനൈറ്റ് ഡിഫറൻസ് അനലോഗ് എന്ന് പറയുന്നത് യു ഐ മൈനസ് 1 കോമ ജെ മൈനസ് 2 ഇൻറ്റു യു ഐ ജെ പ്ലസ് യു ഐ പ്ലസ് 1 കോമ ജെ പ്ലസ് ഓൾ ഡിവൈഡ് ബൈ എച്ച് സ്ക്വയർ പ്ലസ് യു ഐ കോമ ജെ മൈനസ് 1 മൈനസ് 2 യു ഐ ജെ പ്ലസ് യു ഐ കോമ ജെ പ്ലസ് 1 ബൈ കെ സ്ക്വയർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 0. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, യു ഐ ജെ പുറത്ത് കിടക്കണം. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എച്ചും കെയും ഈക്വൽ ആണെന്ന് അസ്യൂം ചെയ്യുക. സോ ഇപ്പോൾ ഇതെന്താ എച്ച് കെ എന്ന് പറയുന്നത് എന്താണ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും വെർട്ടിക്കൽ ഡിസ്റ്റൻസും ആണ്. അത് എന്ത് ചെയ്യാം, ഈക്വൽ ഒന്ന് അസ്യൂം ചെയ്യുക. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എച്ച് സ്ക്വയറും കെ സ്ക്വയറും എന്ത് ചെയ്യാം, നമുക്ക് ക്യാൻസൽ ചെയ്യാന്നല്ല, മീൻസ് ക്യാൻസൽ ചെയ്ത് കളയാം. ഈ സൈഡിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ 0 എടുക്കുന്നു. നമ്മുടെ ഈ ഒരു ഇക്വേഷൻ യു ഇതിനകത്ത് നിന്ന് എന്ത് കിട്ടും, യു ഐ ജെ ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു യു ഐ മൈനസ് 1 കോമ ജെ പ്ലസ് യു ഐ പ്ലസ് 1 കോമ ജെ പ്ലസ് യു ഐ കോമ ജെ മൈനസ് 1 പ്ലസ് യു ഐ കോമ ജെ പ്ലസ് 1 എന്ന് കിട്ടും. അതായത് ഇപ്പോൾ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ, അതായത് നമ്മുടെ ഈ ഒരു മെഷ് പോയിന്റ് യു ഐ ജെ എന്ന് പറയുന്നത് എന്തായിരിക്കും, 1/4 ഓഫ് ദി സം ഓഫ് നൈബറിംഗ് പോയിൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഈ നൈബറിംഗ് പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു പോയിൻറ്റ്, ഇതൊരു ലെഫ്റ്റ് സൈഡിലെ പോയിൻറ്റ്, ഒരു റൈറ്റ് സൈഡിലെ പോയിൻറ്റ്, അതുപോലെ തന്നെ ടോപ്പിലൊരു പോയിൻറ്റ്, ബോട്ടം ഒരു പോയിൻറ്റ്, ഈ 4 പോയിൻറ്റ്സിൻ്റെയും സമ്മിൻ്റെ മീൻ ആയിരിക്കും എന്ത്, യു ഐ ജെ എന്ന് പറയുന്ന ആ ഒരു മിഡ് പോയിൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഇതിനെ സ്റ്റാൻഡേർഡ് 5 പോയിൻറ്റ് ഫോർമുല എന്നാണ് വിളിക്കുന്നത്. സോ ഇപ്പോൾ ഇതിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം, യു ഐ മൈനസ് 1 കോമ ജെ പ്ലസ് യു ഐ പ്ലസ് 1 കോമ ജെ പ്ലസ് യു ഐ കോമ ജെ മൈനസ് 1 പ്ലസ് യു ഐ കോമ ജെ പ്ലസ് 1 മൈനസ് 4 യു ഐ കോമ ജെ ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇതെന്ത് ചെയ്യാം, നമ്മുടെ നേരത്തെ ഒരു ഇക്വേഷൻ യു ഐ കോമ ജെനെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിനെ ടൈലർ എക്സ്പാൻഷൻ ചെയ്യുക. അതേപോലെ തന്നെ അതിൻ്റെ ഹയർ ഓർഡർ പവേഴ്സൊക്കെ
എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യുക. സോ ഇപ്പോൾ നമുക്ക് ആ ഒരു ഇക്വേഷനെ യു ഐ ജെ ഇസിക്കൽ ടു 1/4 ഇൻറ്റു യു ഐ മൈനസ് 1 ജെ മൈനസ് 1 പ്ലസ് യു ഐ പ്ലസ് 1 ജെ മൈനസ് 1 പ്ലസ് യു ഐ പ്ലസ് 1 ജെ പ്ലസ് 1 പ്ലസ് യു ഐ മൈനസ് 1 ജെ പ്ലസ് 1. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഡയഗണൽ പോയിൻറ്റ്സിലെ ഫംഗ്ഷൻ വാല്യൂസ് ആണ്. സോ ഇതിനെ വിളിക്കുന്നവർ ഡയഗണൽ 5 പോയിൻറ്റ് ഫോർമുല എന്നാണ്. ഓക്കെ, നമുക്ക് നേരത്തെ കിട്ടിയത് എങ്ങനെയായിരുന്നു, മീൻ ഓഫ് ദി നൈബറിങ് പോയിൻറ്റ്സ് ആയിരുന്നു. ഇവിടെ കിട്ടുന്നത് മീൻ ഓഫ് ദി ഡയഗണൽ പോയിൻറ്റ്സ് ആണ്. അപ്പോൾ രണ്ട് ഫോർമുലയാണ് നമുക്ക് വരുന്നത്, ഒന്ന് സ്റ്റാൻഡേർഡ് 5 പോയിൻറ്റ് ഫോർമുല, അതേപോലെ തന്നെ ഡയഗണൽ 5 പോയിൻറ്റ് ഫോർമുല. ഒന്നുമില്ല, ഡയഗണൽ ഈ ഒരു യു ഐ മൈനസ് 1 ജെ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഹൊറിസോണ്ടലി ലെഫ്റ്റ് സൈഡിലെ പോയിൻറ്റും യു ഐ പ്ലസ് 1 ജെ എന്ന് പറയുന്നത് ഹൊറിസോണ്ടലി റൈറ്റ് സൈഡിലെ പോയിൻറ്റാണ്. ദെൻ യു ഐ ജെ മൈനസ് 1 എന്ന് പറയുമ്പോൾ ബോട്ടം പോയിൻറ്റും യു ഐ ജെ പ്ലസ് 1 എന്ന് പറയുമ്പോൾ ടോപ്പിലെ പോയിൻറ്റുമാണ് വരുന്നത്. ഒരു പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് റൈറ്റ് അതുപോലെ ടോപ്പ് ബോട്ടം പോയിൻറ്റ്സ്. ഇനിയിപ്പോൾ ഡയഗണൽ പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, ഇപ്പോൾ യു ഐ മൈനസ് 1 ജെ മൈനസ് 1 എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, ലെഫ്റ്റ് സൈഡിലെ ബോട്ടം ലെഫ്റ്റ് പോയിൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ യു ഐ പ്ലസ് 1 ജെ മൈനസ് 1 എന്ന് പറയുമ്പോൾ റൈറ്റിലെ ബോട്ടം പോയിൻ്റാണ്. അതേപോലെ തന്നെ യു ഐ പ്ലസ് 1 ജെ പ്ലസ് 1 എന്ന് പറയുമ്പോൾ ടോപ്പ് റൈറ്റ് പോയിൻ്റാണ് വരുന്നത്. യു ഐ മൈനസ് 1 ജെ പ്ലസ് 1 എന്ന് പറയുന്നത് ടോപ്പ് ലെഫ്റ്റ് പോയിൻ്റാണ് വരുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഈ ഒരു ഇക്വേഷൻ, അതായത് ഇപ്പോൾ നമുക്ക് ഒരേ പോയിൻറ്റിന് തന്നെ എങ്ങനെയാണ് മീൻ ഓഫ് ദി നൈബറിങ് പോയിൻറ്റ്സിൻ്റെ അതേപോലെ തന്നെ ഡയഗണൽ പോയിൻറ്റ്സിൻ്റെയും മീൻ വാല്യൂറ്റ് എടുക്കാൻ പറ്റും. സോ ഇപ്പോൾ ഇത് വാലിഡ് ആവാനുള്ള കാരണം നമ്മൾ ഈ ഒരു ലാപ്ലേസ് ഇക്വേഷനെ 45 ഡിഗ്രി എന്ത് ചെയ്ത് റൊട്ടേറ്റ് ചെയ്താലും എന്താണ് ഇൻവേരിയൻ്റ് ആവുന്നതുകൊണ്ടാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക, എങ്ങനെയാണ് സൊല്യൂഷൻ കാണുന്നത് നോക്കാം. സോ ഇപ്പോൾ ലാപ്ലേസ് ഇക്വേഷൻ യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഇക്വൽ ടു 0 ഇൻ എ ബൗണ്ടറി റീജിയൻ ആർ വിത്ത് എ ബൗണ്ടറി സി. സോ ഇപ്പോൾ ഈ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻ, ലാപ്ലേസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കിടക്കുന്നത് എവിടെ ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ലാപ്ലേസ് ഇക്വേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു സി എന്ന് പറയുന്ന ഒരു ബൗണ്ടറിക്കകത്ത് ആർ എന്ന് പറയുന്ന ഒരു റീജിയനിലാണെന്ന് വിചാരിക്കുക. ദെൻ ഈ ഒരു ആർ എന്ന് പറയുന്ന റീജിയനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ അതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം, നെറ്റ്വർക്കായിട്ട് അല്ലെങ്കിൽ സ്മോൾ സ്ക്വയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സൈഡിൻ്റെ ലെങ്ത്ത് വരുന്നത് എച്ച് ആണ്. സോ ഇപ്പോൾ നമുക്ക് ഈ ഒരു C1 C2 എന്ന് പറയുന്ന പോയിൻ്റ് ഇൻ ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആണ് എന്ത് പറയുന്നത്, എച്ച് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇതിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എച്ചും വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ എന്താണ് അത് ഈക്വലാണെന്ന് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ സൊല്യൂഷൻ കണ്ടത്. സോ ഇപ്പോൾ സ്ക്വയർ ആണെന്ന് പറയുന്നുണ്ട്. സോ എന്തായിരിക്കും, എച്ച് തന്നെ ആയിരിക്കും, അതായത് വെർട്ടിക്കൽ ഡിസ്റ്റൻസും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ്, ഇപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിനകത്ത് നമുക്ക് സി എന്ന് പറയുന്നത് എന്താണ്, ബൗണ്ടറി പോയിൻറ്റ്സ് ആണ് വരുന്നത്. സോ അപ്പോൾ നമുക്ക് ബൗണ്ടറി പോയിൻറ്റ്സ് തന്നിട്ടുണ്ടായിരിക്കും. സോ നമ്മൾ ഇത് എന്ത് ചെയ്യുക, ഇതൊരു പ്ലേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. സോ ഇപ്പോൾ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിചാരിക്കും. ഇപ്പോൾ ഈ ഒരു ബൗണ്ടറി പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ആ ഒരു പ്ലേറ്റ് ആണെന്ന് വിചാരിക്കുക, അതിൻ്റെ ബൗണ്ടറിയിൽ വരുന്ന ടെമ്പറേച്ചറാണ് ഈ ഒരു C1 C2 C3 C4 C16 എന്ന് പറയുന്നത് ഇത്രയും പോയിൻറ്റ്സ് എന്താണ് ബൗണ്ടറി പോയിൻറ്റ്സ്. ഇതിലൊക്കെ ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഈ ഒരു ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സിൻ്റെ ആണ് അല്ലെങ്കിൽ ഇൻറ്റീരിയർ പോയിൻറ്റ്സിൻ്റെ ടെമ്പറേച്ചറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കാം. ഓക്കെ, സോ നമുക്ക് അതിന് അപ്പോൾ നമുക്ക് U1 U2 U3 U4 U5 U6 U7 U8 U9 ഇത്രയും പോയിൻറ്റ്സ് 9 പോയിൻറ്റ്സ് ഉണ്ട്. സോ ഇപ്പോൾ ഈ 9 പോയിൻറ്റ്സിൻ്റെ എന്ത് ചെയ്യണം, വാല്യൂസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇപ്പോൾ അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ആ ഒരു സ്റ്റാൻഡേർഡ് 5 പോയിൻറ്റ് ഫോർമുല, അതേപോലെ തന്നെ ഡയഗണൽ 5 പോയിൻറ്റ് ഫോർമുല, ദെൻ ഒരു ഫോർമുലയും കൂടി ഉണ്ട് 9 പോയിൻറ്റ് ഫോർമുല, അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. സോ നമുക്ക് ഈ രണ്ട് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു നമുക്ക് ഒരു പോയിന്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ഇക്വേഷനിൽ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ എന്താണ് സ്റ്റാൻഡേർഡ് 5 പോയിൻറ്റ് ഫോർമുല യൂസ് ചെയ്യണം, അതല്ലാന്നുണ്ടെങ്കിൽ ഡയഗണൽ 5 പോയിൻറ്റ് ഫോർമുല യൂസ് ചെയ്യണം. സോ ഇപ്പോൾ നമ്മൾ ഒരു പോയിന്റ് U7 നമ്മൾ U1 കൺസിഡർ ചെയ്യും. ഇപ്പോൾ U1 കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ബൗണ്ടറി പോയിൻറ്റ്സിലെ വാല്യൂസ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇൻറ്റീരിയർ പോയിൻറ്റ്സിൻ്റെ വാല്യൂസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഇപ്പോൾ U1 എടുക്കുമ്പോൾ അതിൻ്റെ ഡയഗണൽ സ്റ്റാൻഡേർഡ് ഫോർമുല നോക്കുക. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ നൈബറിംഗ് പോയിൻറ്റ്സ് വരുന്നത് C16 C2 ദെൻ U2 U4. അപ്പോൾ ലെഫ്റ്റിലെ പോയിന്റ് C16 ആണ്, ദെൻ റൈറ്റിലെ പോയിന്റ് U2 ആണ്, ദെൻ ടോപ്പിലെ പോയിന്റ് U4 ആണ്, ബോട്ടം പോയിന്റ് C2 ആണ്. സോ ഇപ്പോൾ ഇതിൽ നമുക്ക് C16 അതുപോലെ തന്നെ C2 ലെഫ്റ്റ് പോയിന്റും ബോട്ടം പോയിന്റും എന്തായിരിക്കും, നോൺ വാല്യൂസ് ആയിരിക്കും. ദെൻ U4 U2 എന്താണ് അൺനോൺ വാല്യൂസ് ആയിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല, നമുക്ക് ഒരു ഒറ്റ ഇക്വേഷനേ വരുന്നുള്ളൂ. സോ അപ്പോൾ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഇപ്പോൾ ഇതിൽ 2 അൺനോൺസ് ഉണ്ട്. ഓക്കെ, നമ്മൾ സ്റ്റാൻഡേർഡ് 5 പോയിൻറ്റ് ഫോർമുല യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. ആ ഒരു ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ അതിൽ നിന്ന് U2 U4 എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരുമിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. അടുത്തൊരു എന്ത് ചെയ്യുക, ഡയഗണൽ കൺസിഡർ ചെയ്യുക, ഡയഗണൽ 5 പോയിൻറ്റ് ഫോർമുല കൺസിഡർ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഡയഗണൽ പോയിൻറ്റ്സ് ഒന്ന് C1 വരും, U5 വരും, C15 വരും, C3 വരും. സോ നമുക്ക് ഈ ഒരു കേസിലും U5 അറിയില്ല, U5 അറിയില്ല, ബാക്കി C15 C1 C3 എല്ലാം അറിയാം. ഓക്കെ, നമുക്ക് 3 വാല്യൂസ് അറിയാം, ഒരു വാല്യൂ അറിയില്ല.
സോ അപ്പോൾ നമ്മൾ എന്താണ് ഡയഗണൽ 5 പോയിൻറ്റ് ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ നമുക്ക് ഫസ്റ്റ് അപ്പോൾ കണ്ടുപിടിക്കേണ്ടത്, അതായത് ഈ ഒരു കോർണർ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് ഇൻ്റർമീഡിയറ്റിൽ തന്നെ കോർണർ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ നമുക്ക്, ഇൻറ്റീരിയറിൽ തന്നെ കോർണർ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് സ്റ്റാൻഡേർഡ് 5 പോയിൻറ്റ് ഫോർമുല യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇനി U8, U6, U2, U4 ഈ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാൻഡേർഡ് ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് മീൻസ് ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോർമുല യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഡയഗണൽ 5 പോയിൻറ്റ് ഫോർമുല യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ജസ്റ്റ് പറഞ്ഞതാണ്. അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്ത് ചെയ്ത് അത് തെറ്റിക്കരുത്. ഈ ഒരു ഓർഡറിൽ തന്നെ അത് കണ്ടുപോകണം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ള വാല്യൂസ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഡയഗണൽ 5 പോയിൻറ്റ് ഫോർമുല യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് U5 എന്ന് പറയുന്ന ഒരു എണ്ണമാണ് കിടക്കുന്നുണ്ട്. അത് എന്ത് ചെയ്യണം, ആ ഒരു വാല്യൂ കൂടി അറിഞ്ഞാലാണ് നമുക്ക് ബാക്കി ഇപ്പോൾ ഈ ഒരു ഓൾഡ് വാല്യൂസിൻ്റെ U1, U3, U7, U9 ഇത്രയും വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് U5ൻ്റെ വാല്യൂ ആണ്. സോ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താ നോക്കാം. ഫസ്റ്റ് യൂസ് ദ ഡയഗണൽ 5 പോയിൻറ്റ് ഫോർമുല ടു കമ്പ്യൂട്ട് U5, U7, U1, U3 in order. Then we compute the remaining quantities by the standard 5 point formula in order. U8, U4, U6, U2 can improve their accuracy by iterative method. സോ ഇപ്പോൾ നമ്മൾ ഈ ഒരു വാല്യൂസ് ഒക്കെ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആക്യുറസി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ അസ്യൂം ചെയ്യണത് ഇപ്പോൾ ഈ ഒരു ബൗണ്ടറി, അതായത് ഈ ബൗണ്ടറി കണ്ടീഷൻ, അതായത് ഈ ഒരു ബൗണ്ടറിക്കകത്താണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഒരു റീജിയൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു റീജിയനുള്ള സൊല്യൂഷനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഗ്രിഡ് പോയിൻറ്റ്സ് ഈ ഒരു ഗ്രിഡായിട്ട് എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. ഈ ഒരു ഗ്രിഡിൽ ഈ ഒരു ഇൻറ്റീരിയർ പോയിൻറ്റ്സിൻ്റെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷന് പകരം ഫൈനൈറ്റ് ഡിഫറൻസ് അപ്രോക്സിമേഷൻ വെച്ച് എന്ത് ചെയ്തു, റീപ്ലേസ് ചെയ്തു. സോ ഇപ്പോൾ അതിലെ ഓരോ വാല്യൂസിനും കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്താണ് ഒരു സ്റ്റാൻഡേർഡ് 5 പോയിൻറ്റ് ഫോർമുല, അതുപോലെ തന്നെ ഒരു ഡയഗണൽ 5 പോയിൻറ്റ് ഫോർമുല എന്ന് പറഞ്ഞാൽ 2 ഫോർമുല എടുത്തിട്ടുണ്ട്. സോ അപ്പോൾ അതാണ് എന്ത് ഈ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് ലാപ്ലേസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഫൈനൈറ്റ് ഡിഫറൻസ് അപ്രോക്സിമേറ്റ് സൊല്യൂഷൻ ആണ് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ കാണുന്നത്. ഇനി എന്ത് ചെയ്യണം, ഈ ഒരു വാല്യൂസിൻ്റെ, ഈ കിട്ടുന്ന വാല്യൂസിൻ്റെ ആക്യുറസി ഇമ്പ്രൂവ് ചെയ്യുക. അതിനാണ് മീൻസ് നമ്മൾ ന്യൂമറിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആക്ച്വൽ വാല്യൂസ് അല്ലെങ്കിൽ മോർ അപ്രോക്സിമേറ്റ് വാല്യൂസ് കാണാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂസ് കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതിനെന്ത് ചെയ്യുക, ഐട്രേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ആക്യുറസി ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടത് ജാക്കോബി മെത്തേഡ് ഉണ്ട്, ഗോസ് സീഡൽ മെത്തേഡ് ഉണ്ട്, അതേപോലെ തന്നെ SOR മെത്തേഡ്, സക്സസീവ് ഓവർ റിലാക്സേഷൻ ഉണ്ട്. സോ അപ്പോൾ നമുക്ക് ഈ ഒരു ജാക്കോബി മെത്തേഡാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. സോ അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുന്നത്, ഇപ്പോൾ നമ്മളൊരു പോയിന്റിലെ വാല്യൂ കണ്ടുപിടിച്ചു, അതിനെ നമുക്ക് ഇനീഷ്യൽ വാല്യൂ ആയിട്ട് എടുക്കാം. സോ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് അപ്രോക്സിമേറ്റ് വാല്യൂ, അതായത് UN+1 കാണണമെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു പോയിന്റ് UIJ എന്ന് പറയുന്ന ഒരു പോയിന്റിലെ ഇപ്പോൾ U1 എന്ന് പറയുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ഫസ്റ്റ് വാല്യൂ നമുക്ക് എന്ത് ചെയ്തു, ഇനീഷ്യൽ വാല്യൂ കിട്ടി. എങ്ങനെ, സ്റ്റാൻഡേർഡ് 5 പോയിൻറ്റ് ഫോർമുല, അതുപോലെ തന്നെ ഈ ഒരു ഡയഗണൽ 5 പോയിൻറ്റ് ഫോർമുല യൂസ് ചെയ്തിട്ട് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആക്യുറസി, അതായത് ഫസ്റ്റ് അപ്രോക്സിമേറ്റ് വാല്യൂ കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ജാക്കോബി മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ ജാക്കോബി മെത്തേഡിലകത്ത് വരുന്നത് സ്റ്റാൻഡേർഡ് 5 പോയിൻറ്റ് ഫോർമുലയാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് മീൻ ഓഫ് ദി നൈബറിംഗ് പോയിൻറ്റ്സ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്, ഡയഗണൽ പോയിൻറ്റ്സ് അല്ല. ഓക്കെ, അത് അപ്പോൾ അതിൽ ഒരു പോയിന്റിലെ ഫസ്റ്റ് അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1/4 ഇൻറ്റു UI-1 അതായത് U⁴n എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ വാല്യൂ ആണ് എടുക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ സെക്കൻഡ് അപ്രോക്സിമേഷൻ ആണെങ്കിൽ ഫസ്റ്റ് അപ്രോക്സിമേറ്റ് വാല്യൂ എടുക്കുക, തേർഡ് അപ്രോക്സിമേഷൻ ആണെങ്കിൽ സെക്കൻഡ് അപ്രോക്സിമേറ്റ് വാല്യൂ എടുക്കുക. ഓക്കെ, അതേപോലെ അടുത്തത് UI+1, J. അപ്പോൾ റൈറ്റിലെ പോയിന്റ് UI-J-1 എന്ന് പറയുമ്പോൾ ബോട്ടം പോയിന്റ് UI-J+1 എന്ന് പറയുമ്പോൾ ടോപ്പിലെ പോയിന്റ്. ഈ മെഷ് പോയിന്റ് അല്ലെങ്കിൽ ഈ ഗ്രിഡ് പോയിന്റിലെ ഈ വാല്യൂസ് ആണ് എന്ത് ചെയ്യേണ്ടത്, യൂസ് ചെയ്തിട്ട് നമ്മൾ ജാക്കോബി മെത്തേഡിൽ ഐട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി ഇതാണ് എന്ത് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്, ജാക്കോബി മെത്തേഡാണ്. ഗോസ് സീഡൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിൽ UI-J+1 എന്ന് പറയുമ്പോൾ എടുക്കുന്നത് 1/4 ഇൻറ്റു UI-1, J(n+1) ആണ്. അതായത് ലെഫ്റ്റ് സൈഡിലെ പോയിൻറ്റിൻ്റെ എന്ത് ചെയ്യാം, പ്രസൻറ്റ് വാല്യൂ എടുക്കുക, അല്ലെങ്കിൽ ആ ഒരു ഏത് സ്റ്റെപ്പാണ് ചെയ്യുന്നത് ആ സ്റ്റെപ്പിലെ വാല്യൂ എടുക്കുക. ദെൻ റൈറ്റ് സൈഡിലെ പോയിൻറ്റിന് പ്രീവിയസ് വാല്യൂ എടുക്കുക. ടോപ്പിലെ ബോട്ടം പോയിൻറ്റിന് എന്ത് ചെയ്യാം, ഏത് സ്റ്റെപ്പാണ് ചെയ്യുന്നത് ആ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ തന്നെ എടുക്കുക. ദെൻ ടോപ്പിലെ പോയിൻറ്റിന് പ്രീവിയസ് ഇറ്ററേഷനിലെ വാല്യൂ എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. സോൾവ് ദ ഇക്വേഷൻ UX(x) + UYY = 0 ഇൻ ദ ഡൊമൈൻ ബൈ ജാക്കോബീസ് മെത്തേഡ്. സോ നമുക്ക് എന്താണ് ഒരു ലാപ്ലേസ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. സോ അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ജാക്കോബി മെത്തേഡ് വെച്ച് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എന്താണ് ഐട്രേഷൻ ആണ് ജാക്കോബി മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ബൗണ്ടറി പോയിൻറ്റ്സ് തന്നിട്ടുണ്ട് 0, 0, 0, 0, 1, 1, 0, 0. ദെൻ ഇൻറ്റീരിയർ പോയിൻറ്റ്സ് U1, U2, U3, U4. ഇവിടെ നമുക്ക് 4 പോയിൻറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. പോയിൻറ്റ്സിൻ്റെ വാല്യൂ കാണാൻ സ്റ്റാൻഡേർഡ് 5 പോയിൻറ്റ് ഫോർമുല അല്ലെങ്കിൽ ഡയഗണൽ 5 പോയിൻറ്റ് ഫോർമുല യൂസ് ചെയ്യാനാണ്. സോ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡയഗണൽ വാല്യൂസ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ U1 എടുക്കുക, അതിൻ്റെ ഡയഗണൽ വാല്യൂസ് ഒറ്റ വാല്യൂസ് നമുക്ക് തന്നിട്ടില്ല. ദെൻ പിന്നുള്ളത് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നൈബറിംഗ് വാല്യൂസ് ആണ്. സോ അപ്പോൾ അതിൽ തന്നെ നോക്കുമ്പോൾ നമുക്ക് എന്താ U0 തന്നിട്ടുണ്ട്, അതായത് ലെഫ്റ്റ് സൈഡിലെ വാല്യൂ തന്നിട്ടുണ്ട്, ബോട്ടം സൈഡിലെ വാല്യൂ തന്നിട്ടുണ്ട് U1നെ നോക്കുകയാണെങ്കിൽ. സോ ബാക്കി നമുക്ക് എന്താ ഒറ്റ വാല്യൂസും തന്നിട്ടില്ല. അതേപോലെ തന്നെയാണ് U2 നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ റൈറ്റ് സൈഡിലെ വാല്യൂ തന്നിട്ടുണ്ട്, ബോട്ടം വാല്യൂ തന്നിട്ടുണ്ട്, ടോപ്പിലെ വാല്യൂ. ദെൻ ലെഫ്റ്റ് സൈഡിലെ വാല്യൂ നമുക്ക് അറിയില്ല. അപ്പോൾ U3 നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ വാല്യൂ ഉണ്ട്, ടോപ്പ് വാല്യൂ ഉണ്ട്, ബോട്ടം വാല്യൂ അറിയില്ല, ലെഫ്റ്റ് സൈഡിലെ വാല്യൂ അറിയില്ല. ദെൻ U4 ആണെങ്കിൽ
ലെഫ്റ്റ് സൈഡ് ഉണ്ട്, ടോപ്പ് വാല്യൂ ഉണ്ട്, ബോട്ടം വാല്യൂ ഇല്ല, റൈറ്റ് സൈഡിൽ വാല്യൂ ഇല്ല. നമ്മളിവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിനടുത്ത് കിടക്കുന്ന ബൗണ്ടറി വാല്യൂന് എന്ത് ചെയ്യാം, അസ്യൂം ചെയ്തെടുക്കുക ചെയ്യുന്നത്. സ്ക്വയറിൻ്റെ ബൗണ്ടറി നോക്കിയാൽ ആ ഒരു എൻഡ് പോയിൻറ്റ്സിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സ്റ്റാൻഡേർഡ് 5 പോയിൻറ്റ് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം നമുക്ക്, ഇപ്പോൾ U1 നൈബറിംഗ് പോയിൻറ്റ്സ് ആയിട്ട് നോക്കുമ്പോൾ 0 0, ദെൻ ഒരു വാല്യൂ U2 ആണ്, ദെൻ പിന്നെ ഒരു വാല്യൂ U4 ആണ് വരുന്നത്. ടോപ്പിലെ വാല്യൂ U4ഉം റൈറ്റിലെ വാല്യൂ U2 ആണ് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ബൗണ്ടറി വാല്യൂസ് അസ്യൂം ചെയ്യുക. ഇപ്പോൾ U4 = U1 എന്ന് അസ്യൂം ചെയ്യുക, U2 = 0 എന്ന് അസ്യൂം ചെയ്യുക. അതേപോലെ തന്നെ U2 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റിലെ വാല്യൂ U1 ആണ്, റൈറ്റിലെ വാല്യൂ 0 ആണ്, ബോട്ടം വാല്യൂ 0 തന്നിട്ടുണ്ട്. U3 നമുക്കറിയില്ല. സോ U1 നമ്മൾ എന്ത് ചെയ്യുക, 0 ആയിട്ട് അസ്യൂം ചെയ്യുക, ബൗണ്ടറി വാല്യൂ അസ്യൂം ചെയ്യുക. അതേപോലെ തന്നെ U3 എന്ത് ചെയ്യുക, അതിൻ്റെ ബൗണ്ടറി വാല്യൂ 1 അസ്യൂം ചെയ്യുക. സോ ഇപ്പോൾ നമുക്ക് അതേപോലെ തന്നെ U3 U4 നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പോൾ U1 U2 0 0 അസ്യൂം ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്തു പോകുന്നത്. സോ ഇപ്പോൾ ഫസ്റ്റ് ഇനീഷ്യൽ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് U1 ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് സ്റ്റാൻഡേർഡ് 5.5 ഫോർമുല യൂസ് ചെയ്യുക. 1/4 ഇൻറ്റു UI - 1, j പ്ലസ് UI പ്ലസ് 1, j പ്ലസ് UI, j - 1 പ്ലസ് UI, j പ്ലസ് 1. സോ ഇപ്പോൾ I - 1, j എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലെ വാല്യൂ ആണ് 0 ആണ്. I പ്ലസ് 1, j എന്ന് പറയുമ്പോൾ റൈറ്റിലെ വാല്യൂ U2ൻ്റെ വാല്യൂ നമ്മൾ 0 അസ്യൂം ചെയ്തെടുത്തിട്ടുണ്ട്, ഇപ്പോൾ 0. ദെൻ UI, j - 1 എന്ന് പറഞ്ഞ ബോട്ടം വാല്യൂ അത് 0 ആണ്. ദെൻ U4 ആണ് ടോപ്പിലെ വാല്യൂ, UI, j പ്ലസ് 1 ആണ്, അത് U4 ആണ്. U4ൻ്റെ വാല്യൂ നമ്മൾ 1 ആയിട്ട് അസ്യൂം ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് എന്ത് വരുന്നത് 0 0 0 1 ആണ് വരിക. അപ്പോൾ 1/4 എന്താണ് 0.25 വരും. ദെൻ U2ൻ്റെ കേസ് നോക്കുമ്പോൾ എന്താണ്, ബോട്ടം വാല്യൂ 0 ആണ്, റൈറ്റിലെ വാല്യൂ 0 ആണ്, ലെഫ്റ്റിലെ വാല്യൂ U1 നമ്മൾ അസ്യൂം ചെയ്ത് 0 എന്ന്. ദെൻ ടോപ്പിലെ വാല്യൂ U3യുടെ വാല്യൂ നമ്മൾ അസ്യൂം ചെയ്തത് 1 എന്നാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, 1/4 0.25 എന്ന് കിട്ടും. ഇനി അടുത്തത് U3 നോക്കാം. U3 നോക്കുമ്പോൾ അതിൻ്റെ ബോട്ടം വാല്യൂ U2 ആണ്, 0 അസ്യൂം ചെയ്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ ടോപ്പ് വാല്യൂ 1 ആണ്. ദെൻ ലെഫ്റ്റ് വാല്യൂ U4 ആണ്. U4 നമ്മൾ എന്ത് ചെയ്തു, 1 അസ്യൂം ചെയ്തു. ഇനി അടുത്തത് റൈറ്റിലെ വാല്യൂ 0 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും, 2/4 കിട്ടും, 0.5 ആണ് വരുന്നത്. അടുത്തത് U4 ആകുമ്പോൾ ലെഫ്റ്റിലെ വാല്യൂ 0, റൈറ്റിലെ വാല്യൂ നമ്മൾ U3 ആണ് എടുക്കുന്നത്. U3 എന്താണ് 1 ആയിട്ട് അസ്യൂം ചെയ്തിട്ടുണ്ട്. ദെൻ ബോട്ടം വാല്യൂ U1 ആണ്, U1 എന്താ 0 ആയിട്ട് അസ്യൂം ചെയ്തു. ദെൻ ടോപ്പിലെ വാല്യൂ 1 ആണ് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, 2/4 എന്ന് കിട്ടും, അപ്പോൾ 0.5 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് അപ്രോക്സിമേഷനിലെ വാല്യൂസ് കിട്ടി 0.25 0.25 0.5 0.5. അതായത് ഇപ്പോൾ ഈ ഒരു റീജിയൻ, അതായത് ഇതൊരു സ്ക്വയർ പ്ലേറ്റ് എന്ന് കൺസിഡർ ഇപ്പോൾ അതിന് U1 എന്ന് പറയുമ്പോൾ 0.25 ആണ് വരുന്നത്, U4 എന്ന് പറയുമ്പോൾ 0.5 ആണ് വരുന്നത്. ദെൻ അതിൻ്റെ അടുത്ത ബൗണ്ടറി 1 ആണ് വരുന്നത്, ലോവർ ബൗണ്ടറി 0. അടുത്ത കേസിൽ ലോവർ ബൗണ്ടറി 0, U2 0.25 വന്നു, U3 0.5 വന്നു. ദെൻ അപ്പർ ബൗണ്ടറി വരുമ്പോൾ 1. ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ജാക്കോബിയൻ ഐട്രേഷൻ എന്ന് പറയുമ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിന് മോർ അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അതാണ് നമുക്ക് ജാക്കോബി മെത്തേഡാണ് ചെയ്യാൻ മീൻസ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. സോ ഇപ്പോൾ സൊല്യൂഷൻ കാണാനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് 5 പോയിൻറ്റ് ഫോർമുലയും ഡയഗണൽ 5 പോയിൻറ്റ് ഫോർമുലയൊക്കെ യൂസ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യണം, മോർ അപ്രോക്സിമേറ്റ് വാല്യൂ കാണാൻ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജാക്കോബി ഫോർമുല ഉണ്ട്, മീൻസ് ജാക്കോബി ഐട്രേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ജാക്കോബി ഐട്രേഷനാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ചെയ്യേണ്ടത്. നമ്മൾ ഫസ്റ്റിൽ അത് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അടുത്തത് എന്ത് ചെയ്യണം, അതിൻ്റെ നെക്സ്റ്റ് അപ്രോക്സിമേഷൻ കാണണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, പ്രീവിയസ് സ്റ്റെപ്പിലുള്ള വാല്യൂസാണ് നമ്മൾ എന്ത് ചെയ്യാറ്, എല്ലാ നമ്മൾ ഒരു സക്സസീവ് അപ്രോക്സിമേഷൻസ് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം, പ്രീവിയസ് ഐട്രേഷനിലെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ നമുക്ക് പ്രീവിയസിൽ കിട്ടിയിട്ടുള്ള വാല്യൂസ് 0.25 0.25 0.5 0.5 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത അപ്രോക്സിമേറ്റ് വാല്യൂ കാണുമ്പോൾ U1 നെക്സ്റ്റ് അപ്രോക്സിമേറ്റ് വാല്യൂ കാണണം. സോ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസ് എന്ത് ചെയ്യുക, ഈ ഒരു ഗ്രിഡിനകത്ത് ജസ്റ്റ് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ വാല്യൂസ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇനി U1 കാണുമ്പോൾ U1 ലെഫ്റ്റ് സൈഡിലെ വാല്യൂ 0 ആണ്, റൈറ്റ് സൈഡിലെ വാല്യൂ 0 അല്ല, 0.25 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, U2ൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തത് ബോട്ടം വാല്യൂ 0 ആണ്, പക്ഷേ U4ൻ്റെ വാല്യൂ നമുക്ക് 0.5 എന്നാണ് കിട്ടിയിട്ടുള്ളത്. സോ നമുക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും, 0.25 + 0.5 0.75 വരും. 0.75/4 എത്ര വരും, 0.1875 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ എന്താണ് സെക്കൻഡ് അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ദി U1 എന്ന് പറയുന്നത് 0.1875 ആണ്. സെയിം തന്നെ എന്ത് ചെയ്യുക, 4 വാല്യൂസിനും കാണും. ഓക്കെ, U2ൻ്റെ നോക്കുക. U2 നോക്കുമ്പോൾ എന്താണ്, റൈറ്റിലെ വാല്യൂ നമ്മൾ സ്റ്റാൻഡേർഡ് 5 പോയിൻറ്റ് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് ചെയ്തു പോകുന്നത്. ജാക്കോബിയനിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് വാല്യൂ U1 ആണ്. U1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ളത്, അതായത് കഴിഞ്ഞ അപ്രോക്സിമേഷനിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് U1 0.25 ആണ്. സോ അതെടുക്കുക. ദെൻ റൈറ്റിലെ വാല്യൂ 0 ആണ്, ബോട്ടം വാല്യൂ 0 ആണ്, ടോപ്പിലെ വാല്യൂ U3 ആണ്. U3യുടെ വാല്യൂ 0.5 ആണ് കിട്ടിയിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യുക, 0.75/4 കിട്ടും. അതെന്ത് ചെയ്യുക, അതിൻ്റെ വാല്യൂ 0.1875 തന്നെയാണ്. ഇനി അടുത്തത് U3 ആണ്. U3 നോക്കുമ്പോൾ എന്ത് ചെയ്യുക, റൈറ്റിലെ വാല്യൂ U4 അത്രയാണ് 0.5 ആണ്. ദെൻ ലെഫ്റ്റിലെ വാല്യൂ U4 ആണ് 0.5, റൈറ്റിലെ വാല്യൂ 0 ആണ്, ബോട്ടം വാല്യൂ 0.25 ആണ്.
ദെൻ ടോപ്പിലെ വാല്യൂ 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 1 + 0.5 + 0.25/4 എന്ന് കിട്ടും. അപ്പോൾ 1.75/4 ആകുമ്പോൾ 0.4375 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് U4 നോക്കുമ്പോൾ ലെഫ്റ്റ് വാല്യൂ 0, റൈറ്റ് വാല്യൂ U3യുടെ വാല്യൂ 0.5 ആണ്. ദെൻ ബോട്ടം വാല്യൂ U1 ആണ്, U1ൻ്റെ വാല്യൂ 0.25. ദെൻ ടോപ്പ് വാല്യൂ 1. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സെയിം 1.75/4 വരും, 0.4375 ആണ് വരുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനീഷ്യൽ വാല്യൂസ് കാണും, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ് 5 പോയിൻറ്റ് ഫോമുല അല്ലെങ്കിൽ ഡയഗണൽ 5 പോയിൻറ്റ് ഫോമുല യൂസ് ചെയ്യുക. ഇതെന്ത് ചെയ്യുക, സക്സസീവ് അപ്രോക്സിമേഷൻസ് കാണുക. ഓക്കെ, ജാക്കോബിയനിലാകുമ്പോൾ സക്സസീവ് അപ്രോക്സിമേഷൻ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, പ്രീവിയസ് ഐറ്ററേഷനിലെ വാല്യൂസാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് സെക്കൻഡ് ഐറ്ററേഷൻ നോക്കാം. അപ്പോൾ അതിൽ U1ൻ്റെ വാല്യൂ വരുമ്പോൾ ഇപ്പോൾ കിട്ടിയിട്ടുള്ള വാല്യൂ, അതായത് തൊട്ട് മുൻപത്തെ സ്റ്റെപ്പിൽ കിട്ടിയിട്ടുള്ള വാല്യൂസാണ് എന്ത് ചെയ്യേണ്ടത്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. എഗെയിൻ ഇപ്പോൾ U1 കൺസിഡർ ചെയ്താൽ അതിൻ്റെ ലെഫ്റ്റ് വാല്യൂ എന്താണ്, ഇപ്പോഴും 0 ആണ്, ബോട്ടം വാല്യൂ 0 ആണ്. ദെൻ അതിൻ്റെ ടോപ്പ് വാല്യൂ U4ഉം റൈറ്റ് വാല്യൂ U2 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, U4ഉം U2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, 0.15625 എന്നാണ് കിട്ടുന്നത്. എഗെയിൻ U2 നോക്കുമ്പോൾ ബോട്ടം വാല്യൂം റൈറ്റ് വാല്യൂം 0 ആണ്, ലെഫ്റ്റ് വാല്യൂ U1 ആണ്, ടോപ്പ് വാല്യൂ U3 ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പിലെ വാല്യൂസാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. 0.15625 അതുപോലെ 0.1875 0.4375 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.15625 ആണ്. ഇനി അടുത്തത് U3 നോക്കുമ്പോൾ ലെഫ്റ്റ് വാല്യൂ U4, ദെൻ റൈറ്റ് വാല്യൂ 0, ബോട്ടം വാല്യൂ U2, ടോപ്പ് വാല്യൂ U1 1. ഓക്കെ, അപ്പോൾ അത്രയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 0.4065 എന്ന് കിട്ടും. അതേപോലെ തന്നെ U4നും കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഇറ്ററേഷൻ നോക്കാം. സോ ഇപ്പോൾ അടുത്ത ഇറ്ററേഷൻ നോക്കുമ്പോൾ U1 എപ്പോഴും എന്താണ്, ബോട്ടം വാല്യൂം ലെഫ്റ്റ് വാല്യൂം 0 തന്നെയാണ്. ബാക്കി എന്ത് ചെയ്യുക, പ്രീവിയസ് സ്റ്റെപ്പിലെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് 0.14065 എന്ന് കിട്ടും. അതേപോലെ തന്നെ U2ൻ്റെ വാല്യൂ കിട്ടും. സോ ഇപ്പോൾ U3 നോക്കുക. ഇപ്പോൾ U3 നോക്കുമ്പോൾ എന്താണ്, നമുക്ക് അതിന് റൈറ്റ് സൈഡിലെ ബൗണ്ടറി വാല്യൂ മാത്രമാണ് 0, ബാക്കിയുള്ള വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യുക, കഴിഞ്ഞ സ്റ്റെപ്പിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ഒരു ബൗണ്ടറി വാല്യൂ 1 ആണ്, അപ്പോൾ നമുക്ക് 0.3902625 എന്ന് കിട്ടും. അതേപോലെ തന്നെ U4ൻ്റെ വാല്യൂ കിട്ടും. ദെൻ അടുത്ത ഇറ്ററേഷൻ നോക്കാം. അടുത്ത ഇറ്ററേഷനിൽ എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, പ്രീവിയസ് സ്റ്റെപ്പിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അപ്പോൾ നമുക്ക് അറിയാമല്ലോ, ന്യൂമറിക്കൽ മെത്തേഡ്സിൽ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നമുക്ക് എന്താണ് മോർ അപ്രോക്സിമേറ്റ് വാല്യൂസ് ആണ് കാണുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, സക്സസീവ് അപ്രോക്സിമേഷൻസ് ചെയ്ത് നോക്കണം, അത്രേ വേണ്ടുള്ളൂ. നമുക്ക് ഇവിടെ ഈ ഒരു സ്റ്റെപ്പിൽ പ്രീവിയസ് സ്റ്റെപ്പിലെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ വാല്യൂസ് എങ്ങനെ എടുക്കേണ്ടത് മാത്രമേ നമുക്ക് അറിയുള്ളൂ, ബാക്കി സിമ്പിളാണ്. സോ നമുക്ക് 4th ഐറ്ററേഷനിലെ വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 5th ഐറ്ററേഷൻ, 6th ഐറ്ററേഷൻ ചെയ്തു. ദെൻ 7th ഐറ്ററേഷൻ, നമ്മൾ ഇത്ര ഐറ്ററേഷൻസാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് നമ്മൾ നിർത്തുക, സക്സസീവ് അതായത് തൊട്ടടുത്ത് വരുന്ന അപ്രോക്സിമേറ്റ് വാല്യൂസ് സെയിം ആകും. അപ്പോൾ നമുക്ക് 6th ഐറ്ററേഷനിലെ വാല്യൂ U1ൻ്റെ വാല്യൂ ആണ് ഞാൻ പറയുന്നത്, 0.1269 ആണ്. ദെൻ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 7th ഐറ്ററേഷൻ എന്ന് പറയുമ്പോൾ 0.12598 എന്ന് കിട്ടിയിട്ടുണ്ട്. ദെൻ അടുത്തത് നമ്മൾ U3യുടെ, ഇപ്പോൾ U1 തന്നെയാണ് U2ൻ്റെ വാല്യൂ. ദെൻ U3യുടെ വാല്യൂ നോക്കുക. U3യുടെ വാല്യൂ 0.37695 ആണ് വന്നിട്ടുള്ളത്. ഇവിടെ 0.37598 ആണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്ത് ഇത്ര 7th ഐറ്ററേഷനിൽ ഇത് നിർത്തുകയാണ്. നമ്മൾ ഐറ്ററേഷൻ എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുക, സക്സസീവ് വാല്യൂസ് സെയിം ആകുമ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുക. അതല്ലെങ്കിൽ എത്ര ഡെസിമൽ പ്ലേസിന് വാല്യൂസ് എന്താ സെയിം ആവണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നിർത്തേണ്ടത്. ഇവിടെ ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ഓക്കെ ഇതിലൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത്ര ഡെസിമൽ പ്ലേസ് നോക്കിയിട്ട് നിർത്തുക. അതല്ലെങ്കിൽ സക്സസീവായിട്ട് വരുന്ന വാല്യൂസ് സെയിം ആകുമ്പോൾ ഐറ്ററേഷൻ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, സോൾവ് ലാപ്ലേസ് ഇക്വേഷൻ ഗിവൺ ബിലോ. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളൂ. സോ നമുക്ക് ഇതിനകത്ത് 9 ഇൻറ്റീരിയർ പോയിൻറ്റ്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്രിഡ് പോയിൻറ്റ്സ് എത്രയാണ്, 9 വരുന്നുണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു കേസ് എങ്ങനെ ചെയ്ത് അവസാനിപ്പിക്കേണ്ടത് നോക്കാം. അപ്പോൾ നമുക്ക് ഐറ്ററേഷൻ ജസ്റ്റ് എന്ത് ചെയ്യുക, സിമ്പിളാണ്, ജക്കോബി മെത്തേഡ് സിമ്പിളാണ്. എന്ത് ചെയ്യുക, പ്രീവിയസ് ഐറ്ററേറ്റീവ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് ഡയഗണൽ ഇനീഷ്യൽ വാല്യൂസ് കണ്ടുപിടിക്കാൻ എങ്ങനെയാണെന്നാണ് അറിയേണ്ടത്. സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നോക്കുക. ഇപ്പോൾ ഇതിൽ U1 കൺസിഡർ ചെയ്താൽ സ്റ്റാൻഡേർഡ് 5 പോയിൻറ്റ് ഫോമിൽ എടുക്കുക നോക്കുക. അപ്പോൾ നമുക്ക് എന്താണ്, U2 നമുക്കറിയില്ല, ബാക്കി U2 U4 അറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് U2 കൺസിഡർ ചെയ്താൽ നമുക്ക് എന്താ, സ്റ്റാൻഡേർഡ് ഫോമിൽ യൂസ് ചെയ്യുമ്പോൾ 3 വാല്യൂസ് നമുക്ക് U1 അറിയില്ല, U3 അറിയില്ല, U5 അറിയില്ല. സോ ഇപ്പോൾ നമുക്ക് ഈ ഒരു കേസിൽ നമുക്കെന്താ അതായത് എൻ പോയിൻറ്റ് വാല്യൂസ് തന്നിട്ടുണ്ട് ബൗണ്ടറിയിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡയഗണൽ 5 പോയിൻറ്റ് ഫോമിലാണ് യൂസ് ചെയ്യുന്നത്. U1 U3 U9 U7 കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിൽ നോക്കുമ്പോൾ നമുക്ക് U1 എടുക്കുക. U1ൻ്റെ ഡയഗണൽ വാല്യൂസ് നോക്കുക. U5 0 0 0 ഇത്രയാണ് കിട്ടുന്നത്. സോ നമുക്ക് U5 മാത്രമാണ് അറിയാത്തത്. ദെൻ U3 എടുക്കുമ്പോഴും ഡയഗണൽ പോയിൻറ്റ്സ് നോക്കുക. U5 0 0 0. ഓക്കെ, അടുത്തത് U9 എടുക്കുക. അതിൽ ഒരു ഡയഗണൽ വാല്യൂ 50, ഒരു വാല്യൂ U5, ഒരു വാല്യൂ 0, ഒരു വാല്യൂ 100. U7 എടുത്താൽ ഒരു വാല്യൂ 100, ഒരു വാല്യൂ 50, ദെൻ ഒരു വാല്യൂ 0, ഒരു വാല്യൂ U5. അപ്പോൾ എല്ലാത്തിനും കോമൺ ആയിട്ട് നമുക്ക് U5 ആണ് അറിയാത്തത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് U5 ആണ്. ഓക്കെ, നമ്മൾ U5 കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു മെയിൻ ഡയഗണൽ എന്ത് ചെയ്യുക, U5ൻ്റെ ഡയഗണലായിട്ട് അസ്യൂം ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ U5നെ എന്ത് ചെയ്യുക, ഡയഗണൽ ഫോമുല എടുക്കുക.
അപ്പോൾ നമ്മുടെ U5 ഡയഗണൽ വാല്യൂസ് 0, 50, 50, 0. എന്ത് ചെയ്യുക, U5 വാല്യൂസ് നോക്കുമ്പോൾ 50 + 50/4 ഇപ്പോൾ എത്ര കിട്ടും നമുക്ക്? 100/4, 25 എന്ന് കിട്ടും. അപ്പോൾ U5 വാല്യൂ നമുക്ക് കിട്ടി 25. ഇനി അടുത്തത് U7. നമ്മൾ അടുത്തത് U7 ആണ് കാണുന്നത്. സോ ഇപ്പോൾ U7 നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഡയഗണൽ വാല്യൂസ് ഒരെണ്ണം എന്താണ് 0, ഒരു വാല്യൂ 50, ഒരു വാല്യൂ 100, ഒരു വാല്യൂ U5. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എത്രയാണ്? 25, 100, 50. അപ്പോൾ 175 കിട്ടും. ബൈ 4 ചെയ്താൽ 43.75 ആണ് വരുന്നത്. ഇനി അടുത്തത് U9 നോക്കുക. ഇപ്പോൾ U9 നോക്കുമ്പോൾ 50, 100, U5, then 0. ഇത്രയും അതാണ് ഇത് ഡയഗണൽ വാല്യൂസ് വരുന്നത്. എഗെയിൻ നമുക്ക് 43.75 കിട്ടും. അടുത്തത് U3 നോക്കുക. U3 നോക്കുമ്പോൾ U5 0, 0, 0. ഓക്കെ, 25 ആണ് വരിക. U5 വാല്യൂ 25/4, 6.25 കിട്ടും. U1 നോക്കുക. U1 നോക്കുമ്പോൾ എന്താണ്? ബൗണ്ടറി വാല്യൂസ് എല്ലാം 0 ആണ്. U5 മാത്രമാണ് എന്ത് ഒരു 25 എന്നുള്ളത്. സോ എന്ത് ചെയ്യുക, അതും 6.25 എന്ന് കിട്ടും. സോ ഇപ്പോൾ ഇനി നമുക്ക് ബാക്കി പോയിൻറ്റ്സ്, അതായത് നമ്മുടെ U2, U6, U4, U8 ഇതിൻ്റെ വാല്യൂസ് കാണണം. സോ നമുക്കിപ്പോൾ ഇവിടെ ഡയഗണൽ ഫോമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നോക്കുമ്പോൾ U4 ഡയഗണൽ എലമെൻറ്റ്സ് നോക്കുക. ഏതൊക്കെയാണ്? 0, U2, then U8, U0. അപ്പോൾ 2 അൺനോൺസ് വരുന്നുണ്ട്. സോ U2 നമുക്കറിയില്ല, U8 നമുക്കറിയില്ല. സിമിലർ ആണ് എന്ത് U6 എടുത്താൽ. U6 എടുക്കുമ്പോൾ ഏതൊക്കെ അറിയണം? U8 അറിയണം, U2 അറിയണം. ദെൻ ഇപ്പോൾ U8 കൺസിഡർ ചെയ്താൽ U4, U6 അറിയണം. U2 കൺസിഡർ ചെയ്താൽ U4, U6 അറിയണം. ഇതൊന്നും നമുക്കറിയില്ല. സോ നമ്മളോട് അവിടെ എന്താ യൂസ് ചെയ്യാൻ പോണത്? സ്റ്റാൻഡേർഡ് 5 പോയിൻറ്റ് ഫോമുലയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ സ്റ്റാൻഡേർഡ് 5 പോയിൻറ്റ് ഫോമുല യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് U2 കാണാം. U2 ആകുമ്പോൾ ഏതൊക്കെ വാല്യൂസാണ്? ലെഫ്റ്റ് വാല്യൂ U1 ആണ്, അത് നമുക്കറിയാം, 6.25 ആണ്. റൈറ്റ് വാല്യൂ U3, അതും 6.25 ആണ്. ദെൻ ബോട്ടം വാല്യൂ 0 ആണ്. U5 25 ആണ്. സോ അപ്പോൾ നമ്മുടെ U2 എത്രയാണ്? 25 പ്ലസ് 6.25 പ്ലസ് 6.25 നമുക്ക് എത്ര കിട്ടുക? 25ഉം 12.5, 37.5 കിട്ടും. ബൈ 4 ചെയ്താൽ 9.375 കിട്ടും. അടുത്തത് U2 കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വാല്യൂ ഏതാണ്? U4 ഉണ്ട്. അപ്പോൾ U4 കാണുമ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിൽ യൂസ് ചെയ്യുക. U4 ലെഫ്റ്റ് വാല്യൂ 0, റൈറ്റ് വാല്യൂ 25, ബോട്ടം വാല്യൂ 6.25, ടോപ്പ് വാല്യൂ 43.75. സോ ഇപ്പോൾ നമ്മുടെ U4 വാല്യൂ 18.75 കിട്ടും. ഇനി അടുത്ത് നോക്കുക. അടുത്ത വാല്യൂ U6 ആകുമ്പോൾ ലെഫ്റ്റ് വാല്യൂ 25, റൈറ്റ് വാല്യൂ 0, ബോട്ടം വാല്യൂ U3 ആണ് 6.25, ടോപ്പ് വാല്യൂ U9 43.75 ആണ്. അഗെയിൻ നമുക്ക് വാല്യൂ കിട്ടുന്നത് 18.75 കിട്ടും. അവിടെ നമുക്ക് U8 കാണണം. ഇപ്പോൾ U8 കാണുമ്പോൾ ലെഫ്റ്റ് വാല്യൂ U7 43.75 ആണ്, റൈറ്റ് വാല്യൂ U9 43.75 ആണ്, ബോട്ടം വാല്യൂ U5 25 ആണ്, ടോപ്പ് വാല്യൂ 100 ആണ്. സോ എന്ത് ചെയ്യുക? സം ചെയ്യുക, ബൈ 4 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 53.125 ആണ് കിട്ടുന്നത്. സോ ഇപ്പോൾ നമുക്ക് ഇത്രയും വാല്യൂസ് കിട്ടി. ഇനി എന്ത് ചെയ്യുക? നമുക്ക് ഇതിനെ ജാക്കോബി വെച്ചിട്ട് ഐട്രേഷൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സക്സസീവ് ഐട്രേറ്റീവ് അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് വാല്യൂസ് കിട്ടും. സോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കഴിഞ്ഞ വീഡിയോയിനകത്ത് ജസ്റ്റ് എന്താണ് എല്ലാത്തിനും ഓരോ മെത്തേഡിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിലെന്ത് ചെയ്തു? ഇപ്പോൾ ഇൻട്രൊഡക്ഷനും 2 പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു മെത്തേഡ് നോക്കാം. അപ്പോൾ നമ്മൾ കർവ് ഫിറ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കർവ് ഫിറ്റിംഗിൽ തന്നെ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ സ്ട്രെയിറ്റ് ലൈനും പാരാബോളയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ നമുക്ക് അതിൻ്റെ സ്റ്റെപ്സൊക്കെ എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിമ്പിളാണ്. സോ നമുക്ക് അതിൻ്റെ 2-3 പ്രോബ്ലംസ് നോക്കാം. സോ പ്രോബ്ലം വരുമ്പോൾ ഫസ്റ്റ് ഫിറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ y = a + bx ഫോർ ദ ഫ്ലോയിങ് ഡാറ്റ ബൈ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ. ഇപ്പോൾ ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ തരുന്നത്. അപ്പോൾ അതിൽ x, y, അതായത് നമുക്ക് എന്താണ് 1, 2, 3, 4, 5 ഡാറ്റ പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ XY വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യുക. അതിൽ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ 14 ആണ്, 2ന് കറസ്പോണ്ടിങ് 27 ആണ്, 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ 40 ആണ്, 4ന് കറസ്പോണ്ടിങ് 55 ആണ്, 5ന് കറസ്പോണ്ടിങ് 68 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും വാല്യൂസ് നമ്മൾ എന്ത് ചെയ്ത് മാർക്ക് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു സ്ട്രെയിറ്റ് ലൈന് നമുക്ക് വേണ്ടത് ഈ ഇത്രയും പോയിൻറ്റ്സ്, ഈ 5 പോയിൻറ്റിനെ ഫിറ്റ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ഇത്രയും പോയിൻറ്റ്സിലൂടെ കടന്നു പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ് നമുക്ക് ആവശ്യം. ഓക്കെ, അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? y = mx + c എന്നായിരിക്കും. നമുക്ക് അങ്ങനെ ഒരു ഇക്വേഷനാണ്, നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനാണ് ആവശ്യം. സോ നമുക്ക് എന്താണ്? m സ്ലോപ്പും y ഇൻ്റർസെപ്റ്റും ആണ് അറിയേണ്ടത്. അതാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ. സോ അപ്പോൾ അതിന് നമ്മൾ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ യൂസ് ചെയ്തു. അപ്പോൾ അതിൽ നമുക്ക് 2 നോർമൽ ഇക്വേഷൻ കിട്ടും. സോ ആ 2 നോർമൽ ഇക്വേഷനാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നോർമൽ ഇക്വേഷൻ കാണുന്നത് സം ഓഫ് എക്സ്പെക്റ്റഡ് വാല്യൂ, അതായത് yi - y ദ ഹോൾ റൈസ് ടു 2. അതിനെ നമ്മൾ എന്ത് ചെയ്യുക? വിത്ത് റെസ്പെക്ട് ടു a വിത്ത് റെസ്പെക്ട് ടു b ഡിഫറൻഷിയേറ്റ് ചെയ്യുക, 0 ഇക്വേറ്റ് ചെയ്യുക. അങ്ങനെ കിട്ടുന്നതാണ് എന്ത്? 2 നോർമൽ ഇക്വേഷൻസ്. സോ ഇപ്പോൾ നമുക്കിവിടെ എയും ബിയും, അതായത് y ഇൻ്റർസെപ്റ്റും സ്ലോപ്പുമാണ് കാണേണ്ടത്. 2 അൺനോൺസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻസ് മതി. ഓക്കെ, അപ്പോൾ അതിന് നോർമൽ ഇക്വേഷൻസ് വരുന്നത് സം ഓഫ് yi = na + b × സം ഓഫ് xi. അടുത്ത ഇക്വേഷൻ സം ഓഫ് xi yi = a × സം ഓഫ് xi + b × സം ഓഫ് xi² ആണ് വരുന്നത്. സോ അപ്പോൾ അതിൽ n നമുക്ക് എന്താണ്? തന്നിട്ടുള്ള ഡാറ്റ പോയിൻറ്റ്സിൻ്റെ നമ്പറാണ്. സോ നമുക്ക് എന്താണ്? 5 ഡാറ്റ പോയിൻറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. സോ n = 5.
ദെൻ ബാക്കി സം ഓഫ് വൈ ഐ, സം ഓഫ് എക്സ് ഐ, സം ഓഫ് എക്സ് ഐ വൈ ഐ, സം ഓഫ് എക്സ് ഐ സ്ക്വയർ, ഇത്രയും വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് നമുക്ക് എന്താണ് എക്സ് ഐ വൈ ഐ തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അവരുടെ സം വാല്യൂ കാണും. ദെൻ എക്സ് സ്ക്വയർ, എക്സ് എന്താണ് ഓരോ എക്സ് പോയിൻറ്റിൻ്റെയും സ്ക്വയർ വാല്യൂസ് എടുക്കുക, അവരുടെ സമ്മ് കാണുക. ദെൻ എക്സ് ഐ വൈ ഐ, അപ്പോൾ ഓരോ എക്സ് ഐ വൈ ഐകളുടെ പ്രോഡക്റ്റ് കാണുക, അവരുടെ സമ്മ്. അത്രയും വേണ്ടുള്ളൂ. അടുത്തത് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഇക്വേഷൻ ശ്രദ്ധിക്കുക. ഇതിന് നോർമൽ ഇക്വേഷൻ എന്ന് പറയും. ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യുക, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 204 = 5a പ്ലസ് 15b എന്ന് കിട്ടും. ദെൻ 748 = 15a പ്ലസ് 55b എന്ന് കിട്ടും. സോ ഓക്കെ, ഇതെന്താണ് ഒരു ലീനിയർ സിസ്റ്റമാണ്. ഇത് നമുക്ക് എങ്ങനെയാണെങ്കിൽ സോൾവ് ചെയ്യാം. നമ്മൾ ഒരുപാട് മെത്തേഡ് പഠിക്കുന്നുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് a = 0 എന്ന്, b = 13.6 എന്ന് കിട്ടും. സോ നമ്മുടെ y = a + bx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് y = 13.66 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇതാണ് ഒരു പ്രോബ്ലം. ഇനി ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ഒരു ഇതിനകത്ത് ഇവരുടെ ഒരു ഇൻ്റർമീഡിയറ്റ് പോയിന്റ് തരും. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമ്മൾ ഫ്യൂച്ചർ പ്രഡിക്ഷനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മൾ പ്രഡിക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു തന്നിട്ടുള്ള പോയിൻറ്റ്സിൻ്റെ ഇൻ ബിറ്റ്വീൻ പോയിൻ്റ് അല്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്ക് തരും എക്സ് വാല്യൂ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം, ഇതിനകത്ത് ചോദിക്കാം. അപ്പോൾ അങ്ങനെ ഈ ഒരു നോർമൽ ഇക്വേഷൻ എഴുതുക, അതേപോലെ തന്നെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക, എയും ബിയും കണ്ടുപിടിക്കുക. ഇത്രയാണ് ഇതിനകത്ത് ഈ ഒരു പ്രോബ്ലത്തിൽ ചെയ്യേണ്ടുന്നത്. പിന്നെ വരുന്നത് ഇങ്ങനെ ഏതെങ്കിലും ഒരു വാല്യൂ തരും. അപ്പോൾ എന്ത് ചെയ്യുക, എക്സ് വാല്യൂ ഈ ഒരു ഇക്വേഷനിൽ ലാസ്റ്റ് കിട്ടുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എക്സ് വാല്യൂ. അത്രേ വേണ്ടുള്ളൂ. ഇത്രയാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത്. അടുത്തത് ഫിറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ y = ax + b. സോ അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ഇപ്പോൾ y ആണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ള ഓർഡറിൽ തന്നിട്ടുള്ള 1 to 9 വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ n ആണ്. ദെൻ ഞാൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ y = a + bx എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എങ്ങനെ എടുക്കുകയാണെങ്കിൽ എന്താണ് നോർമൽ ഇക്വേഷൻ കറക്റ്റായിട്ട് എഴുതിയാൽ മതി. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ ഒരു y = a + bx നോർമൽ ഇക്വേഷൻ എഴുതിയിട്ടുള്ളത്. സോ നമുക്ക് തിരിച്ചാണെങ്കിൽ ഇപ്പോൾ y = ax + b ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നോർമൽ ഇക്വേഷൻ എഴുതുമ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, സം ഓഫ് y i = a × സം ഓഫ് xi + b × n ഉം സം ഓഫ് xi y i = a × സം ഓഫ് x² + b × സം ഓഫ് xi എന്നും ഇത്ര വ്യത്യാസം വരുള്ളൂ. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ നമുക്ക് ഇവിടെ എന്താണ് 9 ഡാറ്റ പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. സോ ഇതിലെന്ത് ചെയ്യണം, നമ്മൾ xi സ്ക്വയർ ദെൻ xi y i അവരെന്ത് ചെയ്യുക, സം ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യുക, രണ്ട് ലീനിയർ ഇക്വേഷൻസ്, ഈ ഒരു രണ്ട് നോർമൽ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു ലീനിയർ സിസ്റ്റം കിട്ടും. രണ്ട് ഇക്വേഷൻസ് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ 0.365 എന്നും b = 0.66 എന്നും കിട്ടും. നമ്മുടെ y = 0.365 + 0.66x എന്നാണ് കിട്ടുന്നത്. സോ ഇതാണ് എന്ത് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ തന്നെയാണ് y = ax + b എന്താണെന്ന് തന്നിട്ടുണ്ട്. സോ ഇപ്പോൾ ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ഡാറ്റ പോയിൻറ്റ്സ് തന്നിട്ടുള്ളത് 1 2 3 4 5 5 സോ n-ൻ്റെ വാല്യൂ 5 ആണ് തന്നിട്ടുള്ളത്. ദെൻ വൈയുടെ വാല്യൂ കറസ്പോണ്ടിങ് വാല്യൂസ് വരുമ്പോൾ 6 7 9 10 12 ആണ് വരുന്നത്. എന്ത് ചെയ്യുക, അഗെയിൻ നമുക്ക് നോർമൽ ഇക്വേഷൻ എഴുതാം. സം ഓഫ് y i = na + b സം ഓഫ് x i ദെൻ സം ഓഫ് xi y i = a സം ഓഫ് xi + b × സം ഓഫ് xi സ്ക്വയർ. എന്ത് ചെയ്യുക, വാല്യൂസ് കാണുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ ദെൻ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലീനിയർ സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. 44 = 5a + 15b എന്നും 147 = 15a + 55b എന്ന് കിട്ടും. അപ്പോൾ വാല്യൂസ് കണ്ടുപിടിക്കുക. എയുടെ വാല്യൂ 4.3, ബിയുടെ വാല്യൂ 1.5 ആണ് വരുന്നത്. സോ y = 4.3 + 1.5x എന്നാണ് വരുന്നത്. നമുക്ക് അടുത്ത നോക്കാം. അപ്പോൾ ഫിറ്റിംഗ് ഓഫ് എ പാരാബോളയാണ്. സോ ഇപ്പോൾ പാരാബോളയുടെ ഇക്വേഷൻ വരുമ്പോൾ y = a + bx + cx². നമുക്കിവിടെ 3 പാരാമീറ്റേഴ്സ് ഉണ്ട്, a b c. അപ്പോൾ നമുക്ക് എക്സ് വൈ വാല്യൂസ് എന്തായിരിക്കും തരും, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എയും ബിയും സിയും ആണ്. ഓക്കെ, അപ്പോൾ 3 അൺനോൺ വാല്യൂസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. സോ നമുക്ക് എന്താണ് 3 ഇക്വേഷൻസ് ആവശ്യമുണ്ട്. എഗെയിൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഒരു എസ്റ്റിമേറ്റ് വാല്യൂ y എടുക്കുക. സോ ഇപ്പോൾ y-യും കറസ്പോണ്ടിങ് ആയിട്ടുള്ള y യും തമ്മിലുള്ള ഡിഫറൻസിനാണ് നമ്മൾ ഇറർ എന്ന് വിളിക്കുന്നത്. സം ഓഫ് ഇറേഴ്സ് ആണ് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ സം ഓഫ് SSE ആണ് കാണുക, സ്ക്വയർഡ് സം ഓഫ് ഇറേഴ്സ് ആണ്. സോ അപ്പോൾ അതിനെ ആ ഒരു എസിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എ, വിത്ത് റെസ്പെക്ട് ടു ബി, വിത്ത് റെസ്പെക്ട് ടു സി ഡിഫറൻഷിയേറ്റ് ചെയ്യുക, മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറർ. സോ അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3 ഇക്വേഷൻസ് കിട്ടും. ആ 3 ഇക്വേഷൻസ് ആണ് നോർമൽ ഇക്വേഷൻസ് വരുന്നത്. സം ഓഫ് y i = na + b സം ഓഫ് xi + c × സം ഓഫ് xi². ദെൻ സം ഓഫ് xi y i = a × സം ഓഫ് xi + b × സം ഓഫ് xi² + c × സം ഓഫ് xi³ ആണ് വരുന്നത്. അടുത്തത് സം ഓഫ് xi² × y i + a = സം ഓഫ് xi² + b × സം ഓഫ് xi³ + c × സം ഓഫ് xi⁴ ആണ് വരുന്നത്. ഈ 3 നോർമൽ ഇക്വേഷൻസിനകത്ത് വാല്യൂസ്, അതായത് ഇപ്പോൾ നമുക്ക് ഏതൊക്കെ വാല്യൂസ് ആണ് അറിയേണ്ടത്, സം ഓഫ് y i അറിയണം, സം ഓഫ് xi അറിയണം, സം ഓഫ് xi² അറിയണം, സം ഓഫ് xi y i അറിയണം, ദെൻ സം ഓഫ് xi³ അറിയണം, സം ഓഫ് xi² y i അറിയണം, ദെൻ സം ഓഫ് xi⁴ അറിയണം. ഇത്രയും വാല്യൂസ് എന്ത് ചെയ്യുക, നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ പോയിൻറ്റ്സിൽ നിന്ന് കണ്ടുപിടിക്കുക. എന്ത് ചെയ്യുക, ഈ 3 ഇക്വേഷനിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ആ 3 ഇക്വേഷനിൽ 3 ലീനിയർ ഇക്വേഷൻസ് ആയിരിക്കും കിട്ടുന്നത്. സോ എന്ത് ചെയ്യുക, അതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടും a b c കിട്ടും. ഓക്കെ, ഇത്രയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷനിലെ ഫസ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. റൈറ്റ് ദ നോർമൽ ഇക്വേഷൻ ഫോർ ഫിറ്റിംഗ് ദ പരാബോള y = ax² + bx + c. ഓക്കെ, നമുക്ക് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ എന്താണ് ഞാൻ അവിടെ ചെയ്തിട്ടുള്ളത് y = a + bx + cx². എല്ലാ പ്രോബ്ലത്തിലും അങ്ങനെ എടുത്ത് പോയിട്ടുള്ളതുകൊണ്ടാണ്.
ഓക്കെ. സോ നമുക്ക് നോർമൽ ഇക്വേഷൻ എഴുതാനാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് സം ഓഫ് y ഈക്വൽ ടു n ഇൻറ്റു സി പ്ലസ് ബി ഇൻറ്റു സം ഓഫ് എക്സ് ഐ പ്ലസ് സി ഇൻറ്റു എക്സ് ഐ സ്ക്വയർ ദെൻ സം ഓഫ് എക്സ് ഐ വൈ ഐ ഈസ് ഈക്വൽ ടു എ അല്ല സോറി ഈ ഒരു കൂടെ സി ആണ് വേണ്ടത്. സം ഓഫ് എക്സ് ഐ പ്ലസ് ബി ഇൻറ്റു സം ഓഫ് എക്സ് ഐ സ്ക്വയർ പ്ലസ് എ ഇൻറ്റു സം ഓഫ് എക്സ് ഐ ക്യൂബ്. അടുത്തത് സം ഓഫ് എക്സ് ഐ സ്ക്വയർ ഇൻറ്റു വൈ ഐ ഈക്വൽ ടു സി ഇൻറ്റു സം ഓഫ് എക്സ് ഐ സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു സം ഓഫ് എക്സ് ഐ ക്യൂബ് പ്ലസ് എ ഇൻറ്റു സം ഓഫ് എക്സ് ഐ ടു ദ പവർ 4. ഇതാണ് എന്ത് നോർമൽ ഇക്വേഷൻസ്. ദെൻ അടുത്തൊരു പ്രോബ്ലം നോക്കാം. നമുക്ക് ഫിറ്റ് എ പരാബോള ടു ദ ഫ്ലോയിങ് ഡാറ്റ. നമുക്ക് ഡാറ്റ പോയിന്റ്സ് തന്നിട്ടുണ്ട്, 9 വാല്യൂസ് തന്നിട്ടുണ്ട്. ഒരു ഇതിന് ഫിറ്റ് ചെയ്യുന്ന ബെസ്റ്റ് ഫിറ്റ് ആവുന്ന ഒരു പരാബോളയുടെ ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം, പരാബോളയുടെ ഇക്വേഷൻ എഴുതാം. ദെൻ നമ്പർ ഓഫ് ഡാറ്റ പോയിന്റ്സ് 9 ആണ്, n = 9 എടുക്കുക. എന്ത് ചെയ്യുക, നോർമൽ ഇക്വേഷൻസ് എഴുതുക. സോ നോർമൽ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അതിനകത്തൊക്കെ ആവശ്യമുള്ള വാല്യൂസ് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതുപോലെ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എക്സ് ഐ വൈ ഐ തന്നിട്ടുണ്ടായിരിക്കും. ദെൻ അതിൽ നിന്ന് എക്സുകൾ, അതായത് ഓരോ എക്സ് വാല്യൂവിൻ്റെയും സ്ക്വയർ കാണുക, ക്യൂബ് കാണുക, 4th പവർ കാണുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, അവരുടെ സമ്മ് കാണുക. അടുത്തത് എക്സ് ഐ വൈ ഐ കാണണം. അപ്പോൾ എന്ത് ചെയ്യുക, ഓരോ എക്സും വൈയും തമ്മിൽ പ്രോഡക്റ്റ് കാണാം, അവരുടെ സമ്മ് കാണാം. അടുത്തത് എക്സ് ഐ സ്ക്വയർ ഇൻറ്റു വൈ ഐ കാണണം. സോ എന്ത് ചെയ്യുക, ഈ എക്സ് നമ്മൾ എക്സിൻ്റെ സ്ക്വയർ കണ്ടിട്ടുണ്ടല്ലോ, സ്ക്വയർ വാല്യൂ വൈയും തമ്മിൽ പ്രോഡക്റ്റ് കാണാം, അവരുടെ സമ്മ് കാണാം. എന്നിട്ട് എന്ത് ചെയ്യാം, ആ കിട്ടുന്ന വാല്യൂസ്, സം വാല്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതൊക്കെ എന്ത് ചെയ്യുക, ഈ 3 നോർമൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 74 = a 9 പ്ലസ് ബി 45 പ്ലസ് സി 285 421 = a 45 പ്ലസ് ബി ഇൻറ്റു 285 പ്ലസ് സി ഇൻറ്റു 2025 എന്ന് കിട്ടും. അടുത്ത ഇക്വേഷൻ 2771 = a 285 പ്ലസ് ബി ഇൻറ്റു 2025 പ്ലസ് സി ഇൻറ്റു 15 333 എന്ന് കിട്ടും. സോ ഇപ്പോൾ നമുക്ക് ഇതിന് 3 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. അതിന് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് സോൾവ് ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാനുവലി സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് a = -0.9286 ബി = 3.52 സി = -0.2673 ആണ്. സോ ഇപ്പോൾ നമുക്ക് y = -0.928 പ്ലസ് 3.52 x മൈനസ് 0.2002673 x² ആണ്. ഇതാണ് എന്ത് ചെയ്യുന്നത്, ബെസ്റ്റ് ഫിറ്റ് പരാബോളായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സിമിലർ ആണ്. എന്ത് ചെയ്താൽ മതി, ഫിറ്റ് പരാബോള ടു ദി ഫോളോയിങ് ഡാറ്റ x = -1 0 0 1 y = 2 0 1 2 റെസ്പെക്റ്റീവ് വാല്യൂസ് ആണ്. അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സും വൈക്കും എന്താണ് കറസ്പോണ്ടിങ് ഡാറ്റ പോയിന്റ്സ് ആണ് തന്നിട്ടുള്ളത്. എന്ത് ചെയ്യുക, നമുക്ക് 4 വാല്യൂസ് ആണുള്ളത്. സോ n = 4 എന്ന് എടുക്കുക. ദെൻ y = a പ്ലസ് ബി എക്സ് പ്ലസ് സി x² നമ്മുടെ പരാബോളിക് ഇക്വേഷൻ എഴുതുക. എന്ത് ചെയ്യുക, നോർമൽ ഇക്വേഷൻസ് എഴുതുക. ഓക്കെ, നോർമൽ ഇക്വേഷൻസിലേക്ക് ആവശ്യമായിട്ടുള്ള വാല്യൂസ് എന്ത് ചെയ്യുക, ഇതുപോലെ ടേബിൾ വരച്ച് നമ്മൾ കണ്ടുപിടിക്കുക. എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് a = 0.5 b = 0 c = 1.5 ആണ്. സോ നമ്മുടെ ഇക്വേഷൻ വരുമ്പോൾ y = 0.5 പ്ലസ് 1.5 x² എന്ന് കിട്ടും. ഓക്കെ, ഞാനിതിൽ 3 പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. 2 പ്രോബ്ലംസ് നമുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോൻ്റെ ലെങ്ത്തിന് പ്രോബ്ലംസ് അല്ലെങ്കിൽ മറ്റ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരുപാട് ഇൻക്രീസ് ചെയ്യും. ഞാൻ അവിടെ വെച്ച് വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ ബാക്കി ഇനി ഇതിനകത്ത് ഫിറ്റിങ്ങും ലാപ്ലേസും നമ്മൾ ചെയ്തു. ഇനി ഇതിനകത്ത് ഗോസ് എലിമിനേഷൻ, ഗോസ് ജോർദാൻ, പിന്നെ ന്യൂട്ടൺ റാഫ്സൺ, ദെൻ പിന്നെ വരുന്നത് ഊളറിൻ്റെ മോഡിഫൈഡ്, പിന്നെ റെങ്കുട്ട സെക്കൻഡ് ഓർഡർ, ഇത്രയാണ് വരുന്നത്. ഓക്കെ, ബാക്കി എന്ത് ചെയ്യാം, വേറൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചെയ്തത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം സിമ്പിളാണ്. നമുക്ക് എന്താ അപ്രോക്സിമേഷനാണ് കൂടുതൽ, അല്ലെങ്കിൽ ന്യൂമറിക്കൽ സൊല്യൂഷൻസ് കാണാനാണ് മൊത്തം വരുന്നത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യാം, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.